നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സുലൈമാൻ സേട്ടു എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഥിരം ഇത്തരം വിഷയങ്ങൾ, മതപരമായ വിഷയങ്ങളാണ് അദ്ദേഹം കൂടുതൽ മറുപടി പറയാറുള്ളത്. അദ്ദേഹം ഒരു വീഡിയോ ഇടുകയുണ്ടായി. എനിക്കത് അയച്ചുതരികയൊക്കെ ചെയ്തു. പക്ഷേ തിരക്കിനിടയിൽ അത് കേൾക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഈ ജയശങ്കർ വക്കീലിനെ പോലെയുള്ളവരും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞ് പരത്തുന്നത് ഈ സേട്ടുമാർക്ക് രാജാക്കന്മാർ അങ്ങനെ കൊടുത്തു, ഔദാര്യം കൊടുത്തു, അല്ലാതെ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സേട്ടുമാരുടെ അനുഭവങ്ങൾ എനിക്കും ചിലതൊക്കെ അറിയാം. അവർ ഈ റാൻ ഓഫ് കച്ചിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് വന്ന 4-5 തലമുറയ്ക്ക് മുമ്പ് എത്തിയവരാണ്. പക്ഷേ അവർ വ്യക്തമായി അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ മൂല്യങ്ങളും അവരുടെ അന്തസ്സും നിലപാടും വ്യക്തിത്വവും സൂക്ഷിച്ചാണ് എല്ലാ കാലത്തും മഹാഭൂരിപക്ഷം പേരും കഴിഞ്ഞു പോയിട്ടുള്ളത്. അവർ യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരോളം ആസ്തിയും സമ്പത്തുമൊന്നും ചിലപ്പോൾ ഇല്ലെങ്കിലും അതേ പ്രൗഢിയോടെയും അതിന് തുല്യമായ സമ്പത്തോടും കൂടിയാണ് അവരിവിടെ വന്നത് എന്ന് മാത്രമല്ല, അവർക്ക് മതവിശ്വാസം, ഈ കൊച്ചിയിൽ ഈ സ്ഥലം വിൽക്കാൻ കൂട്ടുനിന്ന ഫറൂഖ് കോളേജിലെ മുതലാളിമാരും അതിന് ചുക്കാൻ പിടിച്ച കുറേ കോയാമാരെ പോലെയും തൊലിപ്പുറത്തെ വിശ്വാസമായിരുന്നില്ല. അവർ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞത് എനിക്ക് കൂടുതൽ ദൂരെയുള്ള സേട്ടുമാരെ അറിയില്ല. എൻ്റെ പുത്തൻതിരുവ് ജമാഅത്ത് എന്ന് പറയുന്ന ഈ ജമാഅത്തിലെ പള്ളിയുടെ സ്ഥലമടക്കം പല സ്ഥലങ്ങളിലെയും പള്ളികൾക്കുള്ള സ്ഥലങ്ങൾ വിലയ്ക്ക് വാങ്ങി അവർ വഖഫ് ചെയ്തതാണ്. അന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ സർവേ കല്ലിടിച്ചിളക്കി കുഴി അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി നീളത്തിൽ ചരടുകൊണ്ട് പിടിച്ച് കീഴ്ശ്വാസം വിട്ട് കുടവയറ് തള്ളി മലർന്ന് കിടക്കുകയായിരുന്നു. ഈ തിരുവിതാംകൂറിലേക്ക് ബാക്കി മനുഷ്യർ എന്ന് പറയുന്ന പൊതുവെ പറയുന്നവർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് ഇത് പടച്ചവന് വേണ്ടി ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ചെയ്ത ആളുകളുടെ ഒരു പിന്തുടർച്ചക്കാരാണ് ഇവിടെ ഉള്ളത്. അതൊരു നല്ല ഉദാഹരണമാണ് കായംകുളത്തെ സേട്ടെന്ന് പറയുന്നത്. സേട്ടിൻ്റെ കട എന്ന് പറയുന്ന വലിയ ഹോൾസെയിൽ ഒരു സാനിറ്ററി വെയേഴ്സും അത്തരം സംവിധാനങ്ങളുമൊക്കെ അടങ്ങിയ ഒരു സമുച്ചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ എൻ്റെ പള്ളിയുടെയും അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള പല തൈക്കാപ്പള്ളികളുടെയും സ്ഥലമൊക്കെ വാങ്ങി സംഭാവന ചെയ്തത്. തീർന്നില്ല. ഈ സേട്ടിൻ്റെ വാപ്പയെക്കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. പണ്ട് അദ്ദേഹം കച്ചവടം നടത്തുന്ന സമയത്ത് ആ കച്ചവട സ്ഥാപനത്തിലേക്ക് വന്ന ഏതോ കപ്പലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കപ്പൽ ശ്രീലങ്കയിലോ എവിടെയോ വെച്ച് കടലിൽ വെച്ച് തീ പിടിച്ചു. ഇവരൊക്കെ വലിയ വ്യാപാരികളാണ്, വലിയ സൂക്ഷ്മതയുള്ള വ്യാപാരികളാണ്, വെറുതെ കൊള്ളക്കച്ചവടക്കാരല്ല. അപ്പോൾ തീ പിടിച്ചപ്പോൾ അത് അറിഞ്ഞ ഒരാൾ ഓടിച്ചെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, നിങ്ങൾ കണക്ക് നോക്ക്, സക്കാത്തെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ നമ്മുടെ കപ്പലായിരിക്കില്ല, ഒരിക്കലും അങ്ങനെ കത്തിപ്പോവില്ല, നമ്മുടെ മുതൽ ഈ പറഞ്ഞത് ഹറാമല്ല, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പിടിച്ചു വാങ്ങിയതല്ല, മോഷ്ടിച്ചതല്ല, അതിൻ്റെ എല്ലാ കണക്കുകളും തീർത്തതാണ് എന്ന് മറുപടി പറഞ്ഞത്രേ. അത്ര ഉറച്ച വിശ്വാസമാണ് അവർക്ക്. ഇനിയും തീർന്നില്ല. ഈ പറഞ്ഞ സേട്ടുവിൻ്റെ കട എന്ന് പറഞ്ഞ കടയുണ്ടല്ലോ, അത് വലിയ ഹോൾസെയിൽ പെയിൻറ്റ്, സാനിറ്ററി ഒക്കെ സാധനങ്ങളാണ്. അവിടെ പോകുന്നവർക്കറിയാം, അവിടെ ഒരു പെയിൻറ്റർക്കും ഒരു പ്ലംബർക്കും ഒന്നും കമ്മീഷൻ കൊടുക്കില്ല. കൃത്യമായ വിലയാണ്. ബില്ല് വെച്ചുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. ബില്ലില്ലാതെ ഒരു നികുതി വെട്ടിപ്പില്ല. ഇതെല്ലാം കൂടാതെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തൻ അന്യമതസ്ഥനായ ഒരു അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. എനിക്ക് 4-5 വർഷം ആയിട്ട് എനിക്ക് അവിടുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കറ്റാനം പോലെയുള്ള കിഴക്കുള്ള ക്രൈസ്തവ മേഖലകളിൽ നിന്നും അതുപോലെ മറ്റിതര ജാതിയിൽപ്പെട്ട ആളുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കടയിലാണ് വന്ന് സാധനം വാങ്ങുന്നത്. എന്താ കാര്യം എന്നറിയോ? അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ബില്ല് വെട്ടിപ്പില്ല, നികുതി വെട്ടിപ്പില്ല, വേറൊന്ന് പറഞ്ഞ് മറ്റൊരു കച്ചവടമില്ല. ഇതാണ് ഈ സേട്ടുമാരുടെ ഒരു കഥയെന്ന് പറയുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ സുലൈമാൻ സേട്ടു എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ മാധ്യമത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാൾ കൂടി സംസാരിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. 1902 തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചിയിലെ ഒരു പൗരപ്രമുഖനായിരുന്ന സർദാർ സേട്ടുവിന് പാട്ടത്തിന് കൊടുത്ത സ്ഥലം 404 ഏക്കർ വസ്തുണ്ട്, 40 ഏക്കർ കായലുണ്ട്. സഹോദരങ്ങളെ, മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ സംഘപരിവാറും കാസയും കൂസയും കക്കൂസയും ഒക്കെ കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളമായി ഇവിടെ ഒരു 2 തന്ത്രങ്ങളാണ് പയറ്റിയിരിക്കുന്നത്. ഒന്നാമത്തെ തന്ത്രം,
മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്നവരുടെ വഖഫ് ഡോക്യുമെന്റ് അതിന് സാധുതയില്ല. കാരണം അതിനകത്ത് 2 കണ്ടീഷൻസ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ക്രയവിക്രയത്തിനുള്ള അധികാരവും 2, ഫാറൂഖ് കോളേജ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശികളിലേക്ക് ഈ സ്വത്ത് തിരിച്ചു വരുമെന്നുള്ള കണ്ടീഷൻ വെച്ചതുകൊണ്ട് ഇത് അസാധുവാണ് എന്ന് പരസ്യമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുന്ന 100-150 പരം സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സൈബർ അറ്റാക്ക്. ഈ സ്ഥലം തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചി രാജാവ്, ഐലന്തിരുന്നാൾ രാജാവ് ഇതൊക്കെ ആരൊക്കെയോ സത്താർ സേട്ടിന് കൊടുത്തിട്ടുള്ളതാണ്, പാട്ടത്തിന് കൊടുത്തിട്ടുള്ളതാണ്. സത്താർ സേട്ട് ഈ സ്ഥലം മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന് കൊടുത്തു എന്നാണ് പ്രൊപ്പഗണ്ട അടിച്ചു പരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്താർ സേട്ടിൽ നിന്നല്ല മുഹമ്മദ് സിദ്ദീഖിന് ഈ പ്രോപ്പർട്ടി ലഭിച്ചിരിക്കുന്നത്. സത്താർ സേട്ടിന്റെ മകനുമല്ല മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്നത്. മുഹമ്മദ് സിദ്ദീഖിന് ഈ പ്രോപ്പർട്ടി ലഭിച്ചിരിക്കുന്നത് ജിംബുബായി എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നാണ്. നമ്മുടെ വിഷയം അതല്ല, വിഷയം പാട്ടത്തിനെടുത്തു എന്നുള്ളതാണ്. ഒരു സേട്ടുവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 1930, 40, 50 കാലഘട്ടത്തിലെ സേട്ടുമാർ വളരെ ധനാഢ്യരായിരുന്നു. രാജാക്കന്മാർക്ക് പോലും പണം കടം കൊടുത്തിട്ടുള്ളവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ് വല്ലവന്റെയും ഭൂമി എടുത്തിട്ട് പാട്ടത്തിനെടുത്തിട്ട് കൃഷി നടത്തുക എന്നുള്ളത്. അത്രയ്ക്കും ഒരു ഗതികേട് അവർക്കുണ്ടായിരുന്നില്ല. കാരണം സേട്ടുമാരുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരു സേട്ട് തന്നെയാണ്. എൻ്റെ പേര് സുലൈമാൻ സേട്ട്, എൻ്റെ പിതാവിൻ്റെ പേര് ഹസൻ സേട്ട്, അതിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ ലത്തീഫ് സേട്ടിൻ്റെ പിതാവിൻ്റെ പേര് ഇസ്മായിൽ സേട്ട്, ഇസ്മായിൽ സേട്ടിൻ്റെ പിതാവിൻ്റെ പേര് മുഹമ്മദ് കാസം സേട്ട്. ഈ മുഹമ്മദ് കാസം സേട്ട് ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കുടുംബവും, അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു, ധനാഢ്യരായിരുന്നു, ബിസിനസ്സുകാരായിരുന്നു, കർഷകരായിരുന്നു. അവരുടെ അടുത്ത് ഒരുപാട് ആടുമാടുകളും വലിയ വലിയ വീടുകളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഹവേലി എന്നാണ് പറയുക അവരുടെ വീടിനെ. 4 കെട്ടും നടുമുറ്റവും ഒക്കെയുള്ള നമ്മുടെ നായന്മാരെ ടൈപ്പിലുള്ള വീടുകൾ. കാരണം അവർ ഹിന്ദുക്കളായിരുന്നു. അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അവരെ ആ നാട്ടുകാർ മുഅ്മിൻ, വിശ്വാസി എന്ന പേരിൽ അവരെ വിളിക്കാൻ തുടങ്ങി. ആ മുഅ്മിൻ ലോപിച്ചാണ് പിന്നീട് മേമനായി മാറിയത്. അങ്ങനെ മേമനായി മാറിയ, മുഅ്മിനായി മാറിയ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുഹമ്മദ് കാസം, അദ്ദേഹം അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായി അവിടെ. ഇന്ന് ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അതിനേക്കാളും കൂടുതലായിരുന്നു അന്നും ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പുതിയ മുസ്ലിങ്ങൾക്ക്. ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ 1-2 വർഷങ്ങൾ അവിടെ ജീവിച്ചു. പിന്നീട് സർപഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, മുഅ്മിൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്നുള്ള ഓർഡർ കൊണ്ടുവന്നു. കിണറ്റിലെ വെള്ളം കുടിക്കാതെ വാട്ടർ വാങ്ങിച്ച് കുടിക്കാൻ പറ്റുന്ന ചുറ്റുപാടിലായിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ജീവിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടായി. അതിനേക്കാളൊക്കെ ഏറെ പ്രയാസം അവരുടെ മക്കളോട്, മുഅ്മിന്റെ മക്കളോട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് അന്യമതസ്ഥർ അവരുടെ മക്കൾക്ക് നിർദ്ദേശം നൽകി. ഇതോടെ ഈ മുഅ്മിനുകളുടെ, മേമന്മാരുടെ മനസ്സ് തകർന്നു. അവർ കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് അവരുടെ കാരണന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപദേശം, നിങ്ങൾ ഹിജറ പോവുക, ഇസ്ലാം മതം എവിടെയാണോ ഉള്ളത് ഇന്ത്യയിൽ ആ നാട്ടിലേക്ക് ചേക്കേറുക, അവിടെ നിങ്ങൾ ജീവിക്കുക. അങ്ങനെ അവർ റൺ ഓഫ് കച്ച് വിട്ടുകൊണ്ട്, എൻ്റെ പൂർവികർ അവർ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരാണ്. കുറേ ആളുകൾ മുംബൈ, കുറേ ആളുകൾ മദ്രാസ്, കുറേ ആളുകൾ പൂന, കുറേ ആളുകൾ ഹൈദരാബാദ്. ഇത്രയും ഭാഗങ്ങളിലാണ് മേമൻ ഫാമിലി ഡെവലപ്പായിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും തന്നെ കൈവീശി വന്നവരാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം അവർ ഹിജറ പോകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടു സാധനങ്ങളും ആടുമാടുകളെയും വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സർപഞ്ച് പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കരുത്.
അങ്ങനെ അവർക്ക് എടുക്കാൻ പറ്റാവുന്ന, ഓരോരുത്തർക്കും എടുക്കാൻ പറ്റാവുന്നത്ര സാധനങ്ങൾ, അതായത് ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഇതൊക്കെ ഒരു കെട്ട് കെട്ടിയിട്ട്, അന്ന് സൂട്ട് കേസിന്റെ കാലമല്ലല്ലോ, ഒരു കെട്ട് കെട്ടിയിട്ട് ഭാണ്ഡമാക്കി തോളിലിട്ടിട്ട് ഓരോരുത്തരും ഓരോ ഭാണ്ഡവും കൊണ്ടാണ് വന്നത്. അങ്ങനെ അവർ, എൻ്റെ പൂർവികന്മാർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ്, അവർ തൃശ്ശൂരാണ് ട്രെയിനിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ അവരവിടെ കൊച്ചി കമ്പോളത്തിൽ, ജൂ ടൗൺ എന്ന സ്ഥലത്തും മട്ടാഞ്ചേരി കമ്പോളത്തിലും ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പലവ്യഞ്ജനത്തിന്റെ ബിസിനസ്സായിരുന്നു. കുരുമുളക്, ഏലക്ക, കശുവണ്ടി തുടങ്ങിയവ. അതുകൂടാതെ കൊഞ്ച്, പിന്നെ ചെമ്മീൻ ഉണക്കി അതിനെ പരിപ്പാക്കുക, ഇഞ്ചി, പച്ച ഇഞ്ചിയിൽ ചുണ്ണാമ്പ് ചേർത്ത് ഉണക്കി ചുക്കാക്കുക, ചകിരി തല്ലിക്കുക പെണ്ണുങ്ങളെ കൊണ്ട്. എന്നിട്ട് ഞങ്ങളൊക്കെ വീടിന്റെ അടുത്ത്, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം ഒരു വലിയ മൗണ്ടൻ പോലെ, ഒരു പർവ്വതം പോലെയായിരുന്നു ചകിരിച്ചോറ്. അതിന്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറി കളിക്കും. അങ്ങനെ ആ ചകിരി തല്ലി കിട്ടുന്ന നാരിൽ നിന്ന് ചണം കയറുണ്ടാക്കിയിട്ട് അത് കയറ്റിയേക്കുക, ഈ ചെമ്മീൻ പരിപ്പൊക്കെ ബർമയിലേക്ക് കയറ്റിയേക്കുക, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. കയ്യം വീശി വന്നിട്ടുള്ള വ്യക്തികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ബിസിനസ്സിൽ ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഈ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തിയുടെ പെട്ടിയിൽ ഇങ്ങനെ കാശ് വീഴാൻ തുടങ്ങി. അദ്ദേഹം ആ പൈസ എല്ലാം കൂട്ടിവെച്ചു. സമയമാവുന്ന, അതിന് ഒരു തുകയാവുന്ന സമയത്ത് അദ്ദേഹം 1 ഏക്കറേയും 2 ഏക്കറേയും 3 ഏക്കറേയും 10 ഏക്കറേയും ഒക്കെ ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഏകദേശം 10-40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് കാസിമിന്റെ പേരിൽ 700 ഏക്കർ സ്ഥലമുണ്ടായി. ഇത് ഹിജറയുടെ ബർക്കത്താണ്. കൈവീശി വന്നു, കാശുകാരനായി. അപ്പോൾ എന്നിട്ട് കാശുകാരനായതും പോരാ, രാജാവിന് കടം കൊടുക്കാനുള്ള ഭാഗ്യവും അവർക്കുണ്ടായി. ഞാൻ നാട്ടുകാർ പറയുന്നത് കേൾപ്പിച്ചു തരാം. ചെമ്മീൻ സിനിമ പിടിച്ചിട്ടുണ്ടായിരുന്ന ബാബുവിന്റെ പിതാവ് ഈസ സേഠ്, ഇദ്ദേഹവും രാജാവിന് കടം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് കഥ പറഞ്ഞു ബിദിന ബേബി സാർ. ബാബു സേഠിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. സമ്പന്ന കുടുംബത്തിൽ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഹാജി ഇസാ സേഠ് കൊച്ചിയിൽ മാത്രമല്ല തൃശ്ശൂരിലും കോഴിക്കോടും സ്വത്തുക്കളുള്ള സമ്പന്നൻ. എറണാകുളം നഗരത്തിൽ ദിവാൻ റോഡിൽ സമ്പന്നമായ വീട്. മുസ്ലിം ഭവനത്തിന്റെ എല്ലാ പ്രൗഢിയും സമ്പന്നതയും വിളിച്ചറിയിക്കുന്ന വീട്. അവിടെ എറണാകുളത്ത് ആദ്യമായി വില്ലുവണ്ടി വന്നതും മോട്ടോർ സൈക്കിൾ വന്നതും ബാബു സേഠിന്റെ വീട്ടിൽ. കൊച്ചി രാജാവിന് പണം കടം കൊടുത്തിരുന്നു ബാബു സേഠിന്റെ തലമുറ. അതാണ് ബാബു സേഠിന്റെ പൈതൃകം. ഇവിടെ ഈ ഡോക്യുമെന്റ് മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 1917 103 വർഷങ്ങൾക്ക് മുൻപ്, സ്വാതന്ത്ര്യത്തിന് 30 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റാണ്. ഇതിൽ 700 ഏക്കർ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് പൊന്നാനിയിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ഡോക്യുമെന്റ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. സേട്ടുമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ധനാഢ്യരായിരുന്നു. ഒരാളുടെയും സ്ഥലം പാട്ടത്തിന് വാങ്ങിയിട്ട് അവർക്ക് അവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഡോക്യുമെന്റിൽ, ഞാൻ ഈ കാണിച്ച ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് കാണാം, 700 ഏക്കർ സ്ഥലത്തിൽ നിന്ന് 100 ഏക്കർ പാട്ടത്തിന് കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 100 ഏക്കർ പാട്ടത്തിന് കൊടുത്തിട്ട് പാവങ്ങളാണ്, അവർ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അവർക്ക് 100 ഏക്കർ, ഈ 400 ഏക്കർ പാട്ടത്തിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തേത്, ആ സ്ഥലം അത് സത്താർ സേഠിന്റെ ഒരു അഭിമാനമായിരുന്നു. സത്താർ ഐലൻഡ് എന്നാണ് അദ്ദേഹത്തിന് അതിന് പേര് കൊടുത്തിട്ടുള്ളത്, അബ്ദുൽ സത്താർ ഐലൻഡ്. ആ ഐലൻഡിലേക്ക് നിങ്ങൾക്ക് നടന്നു പോകാൻ കഴിയില്ല, എക്സസ് ഇല്ല. അത് 4 ചുറ്റും വെള്ളം തന്നെയാണ്, ഒരു തുരുത്ത് എന്ന് പറയാം അതിന്. ആ തുരുത്തിലേക്ക് അവിടെ കൃഷി ചെയ്യാനും കഴിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ വെള്ളം കയറി വരും, പിന്നെ ഒലിച്ചു പോകും. അപ്പോൾ അവിടെ താമസിക്കുന്ന 3 വയസ്സ് മുതൽ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയും ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ അന്ന് വെള്ളം കയറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനും ഇത് ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് കേട്ടല്ലോ. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ സാധ്യതയില്ല, ഒരു നിവൃത്തിയും കൃഷി ചെയ്യാൻ ഇവിടെ ഇല്ല. അങ്ങനത്തെ സ്ഥലം എങ്ങനെയാണ് സുഹൃത്തുക്കളെ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുക എന്ന് പറയുന്നത്?
വ്യവസ്ഥാപിതമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തിയിട്ട് ഈ വസ്തുവിനൊരു വിലയില്ല, ഇത് വിട്ടുകൊടുക്കുക, സർക്കാർ എടുക്കട്ടെ എന്ന ഐഡിയ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം മനസ്സിലാക്കണം. ഇവിടെ ശങ്കരൻ വക്കീലും പിന്നെ വേറെ ഒന്ന് രണ്ട് വക്കീൽമാരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഇത് പാട്ടത്തിനെടുത്താണെന്നുള്ളത്. 1902 തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചിയിലെ ഒരു പൗരപ്രമുഖനായിരുന്ന സത്താർ സേട്ടുവിന് പാട്ടത്തിന് കൊടുത്ത സ്ഥലം 404 ഏക്കർ വസ്തുണ്ട്, 40 ഏക്കർ കായലുണ്ട്. അവർക്ക് തന്റെ ഇടമുണ്ടെന്നുണ്ടെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അബ്ദുൽ സത്താറിന് മുൻപ് ഈ പ്രോപ്പർട്ടി ആരുടെ കയ്യിലായിരുന്നു ഡോക്യുമെന്റ് വാങ്ങിക്കാൻ കഴിയില്ലേ? കഴിയും. അവർക്കറിയാം അബ്ദുൽ സത്താറിന് മുമ്പ് ആരുടെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നെന്നുള്ളത്. ഇത് രാജാവിന്റെ കയ്യിലൊന്നുമല്ല എന്നവർ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ ഡോക്യുമെന്റ് വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രൊപ്പഗണ്ട നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രോപ്പർട്ടി പാട്ടത്തിനെടുത്തിട്ടുള്ളതല്ല. അപ്പോൾ അവിടെ 3 വയസ്സ് മുതൽ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ആ ഭൂമിയുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൃഷിക്ക് പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലായി. തന്നെയുമല്ല, ഈ പാട്ടത്തിനെടുക്കുന്ന സമയത്ത് അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് കാണുന്ന രീതിയിലുള്ള പാലങ്ങളോ എക്സസോ ഒന്നുമില്ല. വഞ്ചിയിൽ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വഞ്ചിയിൽ പോയിട്ട് അവിടെ കൃഷി ചെയ്യാനും മാത്രം അതിന് ചുറ്റുഭാഗത്ത് ആരും ഇല്ല. അവിടെ വെറും കാലിയായി കിടക്കുന്ന സ്ഥലമാണ്. ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് വസൂരിയൊക്കെ വന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനാഥ പ്രേതങ്ങളോ ഒക്കെ സംസ്കരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നും അവിടെ 3 വയസ്സ് മുതൽ താമസിക്കുന്ന വ്യക്തി അത് പറയുന്നുണ്ട്. അതും കേട്ട് നോക്കൂ. ഇത് ശവപ്പറമ്പായിരുന്നു. ബസൂര് വന്ന ആൾക്കാരെ കുഴിച്ചിരുന്ന സ്ഥലമായിരുന്നത്. ഈ സ്ഥലം ഇവിടെ ആരും വന്ന് താമസിക്കില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അവിടെ ഒരു പാട്ടവും കീട്ടവും നടക്കാൻ സാധ്യതയില്ല. പിന്നെ രണ്ടാമത് സേട്ടുമാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനികളായിരുന്നു, അവർ ധനാഢ്യരായിരുന്നു. മറ്റുള്ളവരുടെ സ്വത്ത് മേടിച്ചുകൊണ്ട് അവർക്ക് പാട്ടത്തിന് കൃഷി ചെയ്യേണ്ട ആവശ്യവുമില്ല. സ്വന്തം സ്വത്ത് തന്നെ എടുത്താൽ പൊന്താത്തതുണ്ട്. പിന്നെ എന്തിന് മറ്റുള്ളവരുടെ സ്വത്ത് അവർക്ക് ഈ പാട്ടത്തിന് വാങ്ങിക്കണം? അപ്പൊ ചിന്തിക്കുന്ന ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിന് ഇവിടെ ഈ നടക്കുന്ന പ്രൊപ്പഗണ്ടക്കെതിരെ നിങ്ങൾ ഒന്നിച്ച് മുൻപോട്ട് വരിക. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ താമസിക്കുന്ന വ്യക്തികളോട് എനിക്ക് വളരെയധികം അനുകമ്പയും ദയയും അവരുടെ വിഷയത്തിൽ എത്രയും എളുപ്പത്തിൽ നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ നമസ്കാരങ്ങളിൽ അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, വളരെ എളുപ്പത്തിലുള്ള സൊല്യൂഷൻ കയ്യിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? എളുപ്പത്തിലുള്ള സൊല്യൂഷൻ എന്തെന്നാൽ, ഒരു സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് അവിടെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടോ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ആരുടെയൊക്കെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടോ ആ ഡോക്യുമെന്റ് നമ്പറും അത് ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഇത് ജെന്യൂൺ ആണോ അല്ലയോ. ചില വ്യക്തികൾ 50 സെന്റും 60 സെന്റും വാങ്ങിച്ചിട്ട് 5ഉം 6ഉം ഏക്കർ വളച്ചു കെട്ടിയിട്ടുണ്ട്. ആ വളച്ചുകെട്ടുകൾ ഒഴിവാക്കുക. എന്നിട്ട് ആ ജെന്യൂൺ ഡോക്യുമെന്റിൽ പറയുന്നവരെ അവിടെ നിലനിർത്തുക. മുനമ്പം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചക്കുള്ളിൽ അവരുടെ വിഷയം സോർട്ട് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരേ ഒരു വിഷയം വഖഫ് ബോർഡ് മുമ്പോട്ട് വരിക, എന്നിട്ട് അവർ ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് എത്ര ആളുകളുടെ കയ്യിൽ ജെന്യൂൺ ഡോക്യുമെന്റ് ഉണ്ടോ ആ ജെന്യൂൺ ഡോക്യുമെന്റ് ഉള്ളവർ തന്നെ വളച്ചു കെട്ടിയുള്ള സ്ഥലങ്ങൾ എത്രയുണ്ടോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഉള്ളവരെ ജെന്യൂൺ ഡോക്യുമെന്റ് ഉള്ളവരെ താമസിപ്പിക്കുകയും ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയും അതേപോലെ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരേ സമയത്ത് സർവേ കമ്മീഷനെ വെച്ചുകൊണ്ട് അളപ്പിക്കുകയും ചെയ്താൽ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾ അതിന് മുൻപോട്ട് വരുന്നില്ല. കാരണം അവിടെ മുഴുവൻ തരികിടയാണ് നടന്നിരിക്കുന്നത്. ഈ തരികിട നടത്തിയതിന്റെ പിന്നിൽ ത്രിസംഖികളും കാസക്കാരും അതേപോലെ തന്നെ അവിടുത്തെ ഈ റിസോർട്ട് മാഫിയയുമുണ്ട്. ഈ റിസോർട്ട് മാഫിയയെ അവിടെ നിന്നും ഒഴിവാക്കേണ്ടതാണ്. കാരണം അവരടുത്ത് ഒരുപാട് സ്വത്തുക്കൾ അവർ വളച്ചു കെട്ടിയിട്ടുണ്ട്. മുനമ്പം വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരു വിഷയത്തിൽ കൂടി ജാഗ്രത പുലർത്തേണ്ടത് എന്തെന്നാൽ, തീരദേശ പരിപാലന നിയമം അനുസരിച്ചുകൊണ്ട് നമുക്കറിയാം മരടിലൊക്കെ എത്രയെത്ര ഫ്ളാറ്റുകളാണ് അതിനെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ നിയമം ഇവിടെയും ബാധകം തന്നെയാണ്. തീരദേശ പരിപാലന നിയമം അനുസരിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ റിസോർട്ടുകാർ 2ഉം 3ഉം നിലകളുള്ള ബിൽഡിങ്ങുകൾ കെട്ടിവെച്ചിരിക്കുന്നതിന് അതിനെയും എതിരെ നടപടിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്.
അപ്പോൾ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നേർക്ക് നേരെ സത്യസന്ധമായി കൊണ്ട് ആരുടെയൊക്കെ ജെന്യൂൻ ഡോക്യുമെന്റ് ഉണ്ടോ അവരെ ഇരുത്തുകയും അതേപോലെ തന്നെ തീരദേശ പരിപാലന നിയമം അനുസരിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കെട്ടിച്ചമച്ചിട്ടുള്ളത്, അത് പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലമാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അതിന് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ എങ്ങനെ മരടിനെ കൈകാര്യം ചെയ്തുവോ അതുപോലെ ഇവിടെയും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് വരണമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു.